ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന 2 ടൈപ്പ് വേദനകളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ ലൈവ് സെഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താവുന്നതാണ്. ലൈവിൻ്റെ ടൈം ഏകദേശം 1 മണിക്ക് ശേഷമുള്ള സമയമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ലൈവിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് പോകാം. ഒരിക്കലും ഒരു ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിന് പകരമായിട്ടുള്ളതോ ഡോക്ടർ തരുന്ന അഡ്വൈസിന് പകരമായിട്ടുള്ളതല്ലോ നമ്മുടെ ചാനൽ. അതുപോലെ തന്നെ നിങ്ങൾ അത്തരത്തിലുള്ള അഡ്വൈസുകൾ ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റ്സിനോടൊപ്പം ലൈഫ് സ്റ്റൈലിലും കൂടി ചേഞ്ചസ് കൊണ്ടുവരാൻ നോക്കുകയാണെങ്കിൽ വേഗത്തിൽ കൺസീവ് ആകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് പലർക്കും നമ്മളുടെ ശരീരത്തിലെ പല പ്രവർത്തനങ്ങളിലും വ്യത്യാസം ഉണ്ടാവാറുണ്ട്. പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഹൈക്ക് കൂടുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ആ ഹോർമോൺ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ ഗർഭസ്ഥ ശിശുവിനെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കുമ്പോഴേക്കും ഒരുപാട് പ്രോസസ്സ് അവിടെ സ്ലോ ഡൗൺ ആവാറുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മുടെ ഡൈജഷൻ സ്ലോ ആകും. അതുപോലെ നമ്മുടെ യൂറിനേഷന്റെ ഒരു പ്രോസസ്സും അവിടെ സ്ലോ ആകും. ഇതിന്റെ ഭാഗമായിട്ട് പലർക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അഥവാ യൂറിനറി ഇൻഫെക്ഷൻ എന്നുള്ളത്. നമ്മുടെ മൂത്രം പോകുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. യൂറിനറി ഇൻഫെക്ഷൻ സ്ത്രീകൾക്ക് മോസ്റ്റ് കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. എപ്പോഴും പ്രഗ്നന്റ് ആണെങ്കിലും പ്രഗ്നന്റ് അല്ലെങ്കിലും പല സ്ത്രീകൾക്കും യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ട്. എന്നാൽ പ്രഗ്നന്റ് ആകുന്ന സ്ത്രീകൾക്ക് മറ്റു സ്ത്രീകളെ അപേക്ഷിച്ച് യൂറിനറി ഇൻഫെക്ഷൻ കൂടാനായിട്ടുള്ള സാധ്യതകളും വളരെയധികം കൂടുതലാണ്. അതിന്റെ റീസൺ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ അളവ് നിങ്ങളുടെ ശരീരത്തിൽ കൂടുമ്പോഴേക്കും ഇതിന്റെ പ്രവർത്തനം നമ്മുടെ യൂറിനേഷന്റെ ആ ഒരു പ്രവർത്തനം കൂടി സ്ലോ ഡൗൺ ആക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ യൂറിൻ പോകുന്നതിന്റെ അളവിൽ വ്യത്യാസം വരികയും നമ്മുടെ യൂറിനറി ബ്ലാഡറിന് ഒരു പ്രഷർ വരികയും ചെയ്യുന്നു. ഈ പ്രഷർ നോർമലായിട്ട് നമ്മുടെ ആ ഒരു ഏരിയ, നമ്മുടെ യൂട്രസിന്റെ ഏരിയയും അതുപോലെ നമ്മുടെ പെൽവിക്കിന്റെ ഏരിയയും ഒക്കെ സ്ട്രെച്ച് ആകുമ്പോഴേക്കും നമുക്കൊരു പ്രഷർ അനുഭവപ്പെടാറുണ്ട്. ഈ പ്രഷറിന്റെ ഭാഗമായിട്ട് പലർക്കും യൂറിനേറ്റ് ചെയ്യുമ്പോഴേക്കും അടിവയറിലെ വേദന അനുഭവപ്പെടാറുണ്ട്. ചിലർക്കെന്നൊക്കെ എന്ന് പറയുന്നത് യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ട് മൂത്രം ഒഴിക്കുമ്പോഴേക്കും പുകച്ചിലുണ്ടാവുക, അല്ലെങ്കിൽ മൂത്രം പോകുന്ന ഭാഗത്ത് നമുക്ക് വേദന ഉണ്ടാവുക. മൂത്രം പോകുന്നത് ചെറിയൊരു ഹോളിലൂടെയാണല്ലോ. ഈ ഹോളിലും നമുക്ക് തൊടുമ്പോഴേക്കും ഭയങ്കര ഒരു വീക്കം പോലെ നമുക്ക് വേദന അനുഭവപ്പെടുക. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ പലർക്കും കണ്ടുവരാറുണ്ട്. മൂത്രം പോകുന്നതിന്റെ ക്വാണ്ടിറ്റി കുറയുകയും ഫ്രീക്വന്റ് ആയിട്ട് യൂറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യാറുണ്ട് ഇപ്പോൾ പലർക്കും. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരീരം നന്നായി ശ്രദ്ധിക്കുക കേട്ടോ. ഏറ്റവും കൂടുതൽ ഈ യൂറിനറി ഇൻഫെക്ഷൻ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് വരുന്നത് കൊണ്ട് പലർക്കും തന്നെ ഏർലി പ്രഗ്നൻസി ലക്ഷണമായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ഏർലി പ്രഗ്നൻസിയിൽ ഉണ്ടായില്ലെങ്കിലും സെക്കൻഡ് ട്രൈമസ്റ്ററും അതുപോലെ തന്നെ തേർഡ് ട്രൈമസ്റ്ററും അടുക്കുന്ന സമയത്ത് പലർക്കും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. എനിക്കൊരു തേർഡ് ട്രൈമസ്റ്ററിലെ ആ ഒരു യൂറിൻ ടെസ്റ്റ് നടത്തിയിരുന്ന സമയത്ത് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെന്ന് കണ്ടുപിടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലർക്കും ഇതിനൊരു പ്രഗ്നന്റ് ആകുന്ന സമയത്ത് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകും, അത് ആലോചിച്ച് വിഷമിക്കേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഫസ്റ്റത്തെ ട്രൈമസ്റ്ററിലും പലർക്കും ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴേക്കും നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. യൂറിനേറ്റ് ചെയ്യുമ്പോൾ പുകച്ചിലും അതുപോലെ നീറ്റൽ അതുപോലെ യൂറിൻ പോകുന്ന അളവ് കുറയുക, ഫ്രീക്വന്റ് ആയിട്ട് യൂറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെൻഡൻസി ഉണ്ടാവുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുമ്പോഴേക്കും ആദ്യം നിങ്ങൾ വെള്ളം കുടിച്ചു നോക്കുക. 2-3 ദിവസം നിങ്ങൾ ധാരാളം വെള്ളം കുടിച്ചു നോക്കുക. അങ്ങനെ കുടിച്ചിട്ടും നിങ്ങൾക്കത് ശരിയാകുന്നില്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള ഒറ്റമൂലികളൊക്കെ ചെയ്യാൻ പോകുന്നതിന് മുൻപ് നിങ്ങളൊരു ഡോക്ടറെ പോയി കാണണം. അവർ തരുന്ന ആന്റിബയോട്ടിക്സ് നിങ്ങൾ കൃത്യമായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് യൂറിനറി ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ ആ കാര്യങ്ങളൊന്നും ചെയ്യാതെ വെറുതെ വെള്ളം മാത്രം കുടിച്ച് ആ പുകച്ചിലും സഹിച്ച് നമ്മൾ നിൽക്കുകയാണെങ്കിൽ ആ ഇൻഫെക്ഷൻ കിഡ്നിയിലോട്ട് വ്യാപിക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. ഏർലി പ്രഗ്നൻസി സമയത്തും മറ്റുള്ള സമയങ്ങളിലുമൊക്കെ ഈ ഇൻഫെക്ഷൻ കിഡ്നിയിലോട്ട് ബാധിച്ചു കഴിഞ്ഞാൽ കിഡ്നിയുടെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുന്നതിനെ ഇത് അഫക്ട് ചെയ്യുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനത്തിനും അത് ബുദ്ധിമുട്ടുണ്ടാകും. നമ്മുടെ ഓവറോൾ നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾക്കും ഇത് സാരമായി തന്നെ ബാധിക്കും കേട്ടോ. അപ്പോൾ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ ഏർലി പ്രഗ്നൻസിയിൽ പല സ്ത്രീകൾക്കും യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് കൊണ്ട് നിങ്ങൾക്ക് യൂറിനറി ഇൻഫെക്ഷന്റെ കംപ്ലൈന്റ് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും യൂറിനറി ഇൻഫെക്ഷൻ ആണല്ലോ എന്ന് വിചാരിച്ചിരിക്കാതെ പ്രഗ്നൻസി നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾ ഡോക്ടറെ പോയി കാണുക കേട്ടോ. യൂറിനറി ഇൻഫെക്ഷന് തുടക്കത്തിൽ തന്നെ മരുന്ന് കഴിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമുക്കുണ്ടാകുന്ന മുട്ടുവേദനയാണ് കേട്ടോ. ഈ ഒരു മുട്ടുവേദന നമുക്ക് ഉണ്ടാവാനായിട്ടുള്ള കാരണം റിലാക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്.
ഈ റിലാക്സിൻ ഹോർമോൺ ശരീരം പുറപ്പെടുവിപ്പിക്കുന്നത് നമ്മുടെ യൂട്രസ് ഒന്ന് സ്മൂത്ത് ആയിട്ട് എക്സ്പാൻഡ് ആകാൻ വേണ്ടിയിട്ട്, നമ്മുടെ മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആകാനായിട്ടൊക്കെ വേണ്ടിയിട്ടാണ് റിലാക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ ശരീരത്തിൽ പ്രൊഡ്യൂസ് ആകുന്നത്. പ്രഗ്നന്റ് ആകുന്നതിന് മുൻപ് തന്നെ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ റിലാക്സിൻ ഹോർമോൺ ഉണ്ടാകും. പക്ഷെ നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന മെഷറിനേക്കാളും ഒരുപാട് താഴെയായിരിക്കും. ഈ റിലാക്സിൻ ഹോർമോൺ നമുക്ക് ഇൻക്രീസ് ആയി വരുന്നത് പ്രഗ്നന്റ് ആകുന്ന ഒരു സിറ്റുവേഷനിലാണ്. കാരണം അത്രയും ചെറുതായിട്ട് നമ്മുടെ യൂട്രസിനെ എക്സ്പാൻഡ് ആവണം, എന്നാലേ കുഞ്ഞവിടെ വളരാനായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അവിടെ ഉണ്ടാവുകയുള്ളൂ. ആ ഒരു എക്സ്പാൻഷൻ ശരീരത്തിൽ സംഭവിക്കുമ്പോഴേക്കും അതിന്റെ ഭാഗമായിട്ട് നമുക്ക് പല ശരീരഭാഗങ്ങളിലും, എസ്പെഷ്യലി നമ്മുടെ ലോവർ അബ്ഡമന്റെ താഴെയുള്ള ഒരു ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഡിസ്കംഫേർട്ട് പല രീതിക്ക് ഉണ്ടാകും. ഇടുപ്പിന് വേദന ഉണ്ടാകും, ചിലർക്ക് തൊടയുടെ ഇടുക്കിന് വേദന ഉണ്ടാകും, ചിലർക്ക് നാഭിയുടെ അവിടെ വേദന ഉണ്ടാകും, ചിലർക്ക് എന്ന് പറയുന്നത് മുട്ടിന്റെ അവിടെ ഉണ്ടാകും, ചിലർക്ക് പാദത്തിന്റെ അവിടെയൊക്കെ വേദന ഉണ്ടാകും. ഇതിന് കാരണം എന്ന് പറയുന്നത് റിലാക്സിൻ ഹോർമോൺ ആണ്. റിലാക്സിൻ ഹോർമോൺ ആ ഒരു പ്രഷർ കൊടുക്കുന്നത് ആ ഒരു യൂട്രസിന് ചുറ്റുമുള്ള ഏരിയയിലോട്ടാണെങ്കിലും അതിന്റെ എഫക്റ്റ് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലും ഉണ്ടാകുന്നത് കൊണ്ടാണ് പലർക്കും ഈ ഒരു ബുദ്ധിമുട്ട് സംഭവിക്കുന്നത് കേട്ടോ. അടുത്ത റീസൺ എന്ന് പറയുന്നത് നമ്മുടെ വെയിനിൽ ഉണ്ടാകുന്ന പ്രഷറാണ്. നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് എത്രത്തോളമാണോ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായിരുന്നത് അതിനേക്കാളും കുറച്ചും കൂടി കൂടാറുണ്ട്. ഇങ്ങനെ കൂടുന്നത് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിനെ ഒന്ന് നറീഷ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ്, ആ ഒരു എംബ്രിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നത്. നിങ്ങൾ പ്രഗ്നന്റ് ആകുമ്പോഴേക്കും ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നത് യൂട്രസിലോട്ട് മാത്രമല്ല, നമ്മളുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലോട്ടുമായിരിക്കും ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത്. ഇങ്ങനെ കൂടുന്നതിന്റെ ഭാഗമായിട്ട് വെയിൻസ് ഒക്കെ ഒന്ന് സൈസ് ഒന്ന് എൻലാർജ് ആവാനായിട്ട് തുടങ്ങും. കാരണം ആ ഒരു ഫ്ലോയിൽ ബ്ലഡ് സർക്കുലേഷൻ പോകണമല്ലോ, അതിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വെയിൻസ് ഒക്കെ ഒന്ന് എൻലാർജ് ആകാനായിട്ട് തുടങ്ങും. ഇതിന്റെ ഭാഗമായിട്ട് ആ ഒരു സ്ട്രെസ് വെയിനിൽ വരുമ്പോഴേക്കും ഇങ്ങനെയുള്ള റീസൺ കൊണ്ടും നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത്, മുട്ടിന്റെ ഭാഗത്ത് വേദന അനുഭവപ്പെടാം കേട്ടോ. അടുത്ത റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് നേരം നിൽക്കുകയോ നടക്കുകയോ ചെയ്യുന്നത്. അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലെ കാൽഷ്യത്തിന്റെ ലെവലിന് കുറവ് സംഭവിക്കുക. നമ്മുടെ എംബ്രിയോ അവിടെ അറ്റാച്ച് ആവുകയാണെങ്കിൽ പിന്നെ കുഞ്ഞിനെ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരം ചെയ്തു തുടങ്ങും. നിങ്ങളുടെ ശരീരത്തിൽ കൃത്യമായിട്ടുള്ള അളവിൽ കാൽസ്യം ഇല്ല എങ്കിൽ ആ കാൽസ്യം അബ്സോർബ് ചെയ്യുന്നത് നമ്മുടെ എല്ലുകളിൽ നിന്നായിരിക്കും. നമ്മുടെ നടുവിന്റെ ഭാഗത്ത് നമ്മുടെ ശരീരത്തിലെ ഓരോ എല്ലുകളിൽ നിന്നും ഈ ഒരു കാൽസ്യം അബ്സോർബ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ജോയിന്റ്സിലൊക്കെ പെയിൻ അനുഭവപ്പെടും, ചിലർക്ക് ബാക്ക് പെയിൻ അനുഭവപ്പെടും. ഇനി എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഒരു ലക്ഷണം എളുപ്പത്തിൽ വിസിബിൾ ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റെപ്പ് കയറി പോകുന്ന സമയത്ത് മുട്ടിന് നല്ലത് പോലെ വേദന അനുഭവപ്പെടുക. അതായത് ഒരുപാട് വേദന എന്ന് പറയാനായിട്ട് സാധിക്കില്ല, പക്ഷെ ഒരു ഡിസ്കംഫേർട്ട് നമുക്ക് മുട്ടിന് അനുഭവപ്പെടുക. അതുപോലെ തന്നെ കുറച്ചു നേരം ഒന്ന് നടന്നു കഴിയുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര വേദനയും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാവുക. ഒരുപാട് നേരം നിന്നിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെട്ടു തുടങ്ങും കേട്ടോ. ഏകദേശം ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നമുക്ക് അനുഭവപ്പെടുകയുള്ളൂ. റിലാക്സിൻ ഹോർമോൺ വളരെ വേഗം തന്നെ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ആകുന്നത് കൊണ്ട് വെരി ഏർലി സ്റ്റേജിൽ തന്നെ ഉണ്ടാകുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണമായിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.